ചില ദിവസങ്ങൾ ഭയങ്കര ബിസി ആയിരിക്കും അല്ലേ? അങ്ങനെ നല്ല ബിസി ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? പാലക്കാട് നിന്ന് കൊണ്ടുവന്ന ഈ മുള്ളുചെടിയുടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ആരോ പറഞ്ഞു മുട്ടത്തോട് വെച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവുന്നു. അതിനുശേഷം എന്താ ഇതേപോലെ മുട്ടത്തോട് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പാമ്പേഴ്സ് ഡിസ്പോസ് ചെയ്യുന്ന ഒരു വീഡിയോ അത്യാവശ്യം വൈറലായിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ തെങ്ങ് മതിലിനോട് ചേർത്താണ് നട്ടതെന്ന് ആരൊക്കെയോ കമന്റ് ബോക്സിൽ ഇട്ടുണ്ടായിരുന്നു, നല്ലതല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളത് മാറ്റി വേറെ സ്ഥലത്തേക്ക് റീപ്ലേസ് ചെയ്തു കേട്ടോ. പിന്നെ ആ ചേട്ടൻ അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ATM കാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു. ആക്ച്വലി അത് നമ്മൾക്ക് യൂസ്ലെസ് ആണ്, നമുക്കിനി ആവശ്യമില്ല എന്ന് കരുതി കളയുന്ന ATM കാർഡ് വെറുതെ അങ്ങനെ കളയരുത്. ഇതേപോലെ ഒടിച്ച് മടക്കി കളയുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം ഒരു കാരണവശാലും അത് വേറൊരാളുടെ കയ്യിലെത്തി അത് യൂസ് ചെയ്യാൻ പാടില്ലല്ലോ. പിന്നെ ഞാൻ കുറച്ച് മുളകൊക്കെ പറിച്ച് വെച്ചു. പിന്നെ നമുക്ക് സാധാരണ പോലെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറേ നേരം ഇരുന്ന് ചെയ്തു. പിന്നെ ഞാൻ സമയം കിട്ടുമ്പോൾ ആ പണി ചെയ്യുന്ന ആളുടെ അടുത്ത് പോയി എന്തായി എന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കാര്യം സംഭവിച്ചത് കേട്ടോ. പണിക്ക് വന്ന ചേട്ടൻ്റെ തൂമ്പനെ രണ്ടായിട്ട് ഒടിഞ്ഞു പോയി. ഒരു കല്ലിലിട്ട് ഭയങ്കര ബലത്തിലങ്ങ് കുത്തിയപ്പം അത് 2 കഷ്ണമായിട്ട്. ആൾ ഭയങ്കര സെഡായി. പിന്നെ ആളുടെ പണിയായതാണല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണല്ലോ ആൾക്ക് നല്ല രീതിയിൽ പണി ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വിചാരിച്ചു നമ്മുടെ ജംഗ്ഷനിൽ പോയിട്ട് വെൽഡ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അത് പോയി വെൽഡ് ചെയ്യിച്ചിട്ട് വരാം. നമ്മൾ സ്ഥിരം പണിയെടുക്കുന്ന ലാപ്ടോപ്പ് പെട്ടെന്ന് പണി മുടക്കി എങ്ങനെ ഇരിക്കും, അതേപോലെ തന്നെ ആളുടെ തൂമ്പ ഒടിഞ്ഞപ്പോൾ ആളുടെ മുഖത്തുണ്ടായ ഒരു സങ്കടം കാണണമായിരുന്നു. അപ്പോൾ പിന്നെ ആൾ പണി ചെയ്യുന്ന തൂമ്പ തന്നെ വെച്ചിട്ട് ചെയ്യുമ്പോഴാണല്ലോ ആ സ്പീഡൊക്കെ കിട്ടുള്ളൂ. അത് കാരണം ഞാൻ പോയി വെൽഡ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വണ്ടി എടുത്ത് ഇറങ്ങിയതാണ്. വെൽഡ് ചെയ്യണ വീട്ടിലെത്തിയിട്ടുണ്ടല്ലോ, ആ ചേട്ടൻ വേറെ സ്ഥലത്ത് പണിക്ക് പോയേക്കാം. സോ നമുക്ക് ആ പ്ലാൻ പൊളിഞ്ഞു. പക്ഷെ എന്തായാലും പ്ലാൻ B ഉണ്ട്. കാരണം ഞാൻ പപ്പയുടെ അനിയൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പേപ്പൻ്റെ അടുത്തേക്ക് കൊണ്ടുവരെ, പേപ്പൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പേപ്പന് ഈ കാര്യങ്ങളൊക്കെ കുറച്ച് അറിയാം. അപ്പം ഞാൻ പേപ്പൻ്റെ അടുത്തേക്ക് പോട്ടെ. വെൽഡ് ചെയ്യാൻ പറ്റിയില്ല. പേപ്പൻ വിചാരിച്ചതിനെക്കാട്ടിലും കുറച്ചും കൂടെ കട്ടിയുള്ള സംഭവമായതുകൊണ്ട് പേപ്പൻ പറഞ്ഞു പേപ്പൻ ചെയ്താൽ ചിലപ്പോൾ ശരിയാവില്ല എന്ന്. അത് കാരണം അത് നടന്നില്ല. വെൽഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കും സങ്കടമായി, പണിക്ക് വന്ന ചേട്ടനിൽ അതിലേറെ സങ്കടമായി. പിന്നെ ആൾ പറഞ്ഞു പിറ്റേ ദിവസം കൊണ്ട് ആൾ തന്നെ വെൽഡ് ചെയ്യിപ്പിച്ചോളാന്ന്. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു തൂമ്പ് വെച്ച് ആൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ചെറിയൊരു പച്ചക്കറിയൊക്കെ നടാൻ പറ്റിയൊരു ഏരിയ പോലെ ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. ആദ്യം ഇവിടേക്ക് വൃത്തിയാക്കി ഓടൊക്കെ വെച്ചൊരു ബീഡിംഗ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ അതിനകത്ത് കുറച്ച് കരിയിലേക്ക് ഇട്ട് അതിൻ്റെ മേലെ മണ്ണിട്ട് ചാണകപ്പൊടിയും കൂടി വെതറിയിടാമെന്ന് വിചാരിച്ചു. പച്ചക്കറിയൊക്കെ നടാനാണ് എൻ്റെ ഒരു ഉദ്ദേശം. എന്ത് പച്ചക്കറിയാണ് നടേണ്ടതെന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ നല്ലത് പയറും ചീരയും ഒക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു, അതൊക്കെ നടണം. പിന്നെ ആളുടെ പണി അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്, ഞാനും ഇവിടെ എൻ്റേതായ കുറച്ച് പണികളൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കാണെങ്കിൽ വലിയ ചെങ്കല്ല് തൂമ്പ അതൊക്കെ എടുത്തിട്ടുള്ള പണികളെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊക്കെ ഞാൻ ആളുടെ ഹെൽപ്പ് ചോദിക്കും. ഇവരുടെ പണി സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 4 വരെയാണ്. അപ്പോൾ 4 മണിക്ക് ഒരു ചായയൊക്കെ കുടിച്ച് ആളുടെ പണിയൊക്കെ തീർത്ത് പോയി. പിന്നാലെ സൂര്യനും ഇന്നത്തെ പണിയൊക്കെ അവസാനിപ്പിച്ചു. അപ്പം ഞാനും എൻ്റെ പണിയൊക്കെ അവസാനിപ്പിച്ചു.